ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. രാവിലെ 5 മണിക്ക് എണീറ്റ് എല്ലാവരും റെഡിയായിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോവാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കൊല്ലത്തു നിന്ന് എറണാകുളം വരെ പോകുന്ന അത്രയും ദൂരമുണ്ട് നമ്മുടെ ഈ ജോണങ്ങളുടെ വീട്ടിൽ നിന്ന് ട്രിച്ചിയിൽ നിന്ന് വേളാങ്കണ്ണി വരയ്ക്കും പോകാനായിട്ട്. വെയിൽ കുറച്ച് കൊള്ളാനായിട്ട് എത്ര നേരത്തെ ഇറങ്ങാമോ അത്ര നേരത്തെ ഇറങ്ങാനുള്ള പ്ലാനാണ്. ഞാൻ എന്തായാലും എല്ലാവരെക്കാളും മുമ്പേ എണീറ്റ് ബ്രഷ് ചെയ്ത് സൺസ്ക്രീനൊക്കെ ഇട്ട് തേക്കാനുള്ളതൊക്കെ വാരിപ്പിറക്കി റൂമിലേക്ക് ചെന്നു. ഇസിയു ബേബി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ചെറിയ ലൈറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാനിങ്ങനെ ഈ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങ് വെട്ടത്തിൽ നിന്ന് തേക്കുന്നത് കണ്ടിട്ട് ലിജോ വന്ന് പിന്നെ ലൈറ്റ് ഇട്ടു. അത് കുഴപ്പമില്ല ചേച്ചി, അവൻ എണീക്കത്തില്ല എന്നും പറഞ്ഞിട്ട്. ഞങ്ങൾ ടെസ്റ്റ് ഡോസ് എന്നോണം ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് അവൻ എണീറ്റില്ല, നല്ല ഉറക്കം തന്നെയാണ്. അങ്ങനെ പിള്ളേരുടേതൊക്കെ തേച്ച് ഞാൻ എൻ്റെ തേക്കുന്നതിന് മുമ്പ് ഡാറിലെ ഷർട്ടും കൊണ്ടെത്തി അവൻ്റെ ഷർട്ടും ഒക്കെ തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനുള്ള ടൈമില്ല, അങ്ങനെയാണെങ്കിൽ ലേറ്റായി പോകും. അതുകൊണ്ട് ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പരിപാടി. വഴിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും അങ്ങോട്ടേക്ക് പോവുക. ചായ കുടിച്ച് കഴിഞ്ഞുടനെ എല്ലാവരും വരിയായിട്ട് റെഡിയാവാൻ തുടങ്ങി. രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ അലൻ്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്, രണ്ടിനെയും റെഡിയാക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചെയ്തു. നല്ല രീതിക്ക് ഇന്ന് വെയിൽ കൊള്ളും. ഒരു മാസത്തേക്കുള്ള ടാൻ എന്തായാലും ഇന്ന് ആവും എന്നുള്ളത് എനിക്കറിയാമായിരുന്നത് കൊണ്ട് ഞാനൊരു ഫുൾ കൈ കുർത്തിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം കവറേജ്, കഴുത്തൊക്കെ നല്ല അടഞ്ഞൊരു കുർത്തിയാണ് കേട്ടോ. ഞാൻ റെഡിയാവുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാം അടച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഡെല്ലേനെയും മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്ട്രെയിറ്റ്നർ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഡെല്ലയ്ക്കുള്ള ബാങ്ക്സും പിന്നെ എൻ്റെ ഈ 2 സൈഡിൽ കിടക്കുന്ന അതിപ്പോൾ ആ സ്ട്രെയിറ്റ് ചെയ്ത വശത്തുനിന്ന് കുറച്ച് മുടി ഇങ്ങോട്ട് അല്ലാണ്ട് വളർന്നിട്ടുണ്ടല്ലോ, അവിടെ ഇങ്ങനെ കേളാവും. അപ്പോൾ അത് നീട്ടാനും വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിറ്റ്നർ എടുത്തതാണ്. അപ്പോൾ ചേച്ചി പറയുകയാണ് വിയർത്ത് നാശമാവാൻ പോവുകയാണ് 2 ആൾ, ഇതൊക്കെ ചുരുണ്ട് വരും. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പോലെ കൊല്ലത്തെ പോലെ അവിടെ അത്രയും വിയർക്കുന്നുണ്ടായിരുന്നില്ല. ഹ്യൂമിഡിറ്റി കുറവുള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. ചൂടുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ അങ്ങനെ വിയർത്ത് കുളിക്കുന്നില്ല. ഇവിടെ തന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ കാറിലിരുന്നിട്ട് 3 മിനിറ്റ് പോലും ആയിട്ടില്ല, വിയർത്ത് കുളിച്ചുകൊണ്ടിരിക്കുവാണ്. നിലു രാവിലെ ഡ്രസ്സ് ചെയ്യത്തില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ച് കയറിയിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അലയും പറഞ്ഞു അവൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുക, നമുക്ക് വണ്ടിയിലിരുന്ന് ഇടിച്ചു കൊടുക്കാമെന്ന്. അലൻ്റെ വാച്ചും പേഴ്സും മറ്റും എടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് അകത്തോട്ടേക്ക് പോയത്. പിന്നെ ഞാൻ നിലുവിൻ്റെ ഡ്രസ്സും എടുത്തുകൊണ്ട് വന്നു. കുക്കുവിന് അലൻ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു, അവൻ നല്ല റെഡി മണിയായിട്ട് നിൽപ്പുണ്ട്. ഞാനും ഡെല്ലയും കൂടെ പിന്നെ അവിടെ മാവും മറ്റേ കറിനാരങ്ങയുടെ ചെടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ വീടിൻ്റെ സൈഡാണിത്. അവിടെ അവനെ കൊണ്ടുപോയി സോപ്പിട്ട് നമ്മൾ കാറിൽ പോന്നു, ടൊട്ടമണ്ടിയിൽ പോന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവനെ കൊണ്ട് ഡ്രസ്സ് ഇടിയിപ്പിച്ചു. ഓടിയോടെ ഇടയിൽ നിങ്ങളിപ്പോൾ ഈ തട്ടും മുട്ടും പോലൊക്കെ കേൾക്കുന്നത് അവിടെ കടപ്പുറത്തിൻ്റെ പുറകിൽ പാറ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ നോയ്സല്ലേ, കാറൊക്കെ അടച്ചിട്ടിരുന്നാലും അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഈ പശുമ്പയുടെ അപ്പുറത്ത് കാണുന്ന മതിലിൽ ഈ വചനമൊക്കെ എഴുതിയിരിക്കുന്നില്ലേ, അതൊരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചാണ് കേട്ടോ. അവിടെ ഓരോ മണിക്കൂറിൽ ഇങ്ങനെ ടൈം പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല രസമാണ് കേൾക്കാൻ. ഉറക്കമൊന്നും കിട്ടത്തില്ല, ഞാനത് കേൾപ്പിച്ച് തരാം എപ്പോഴെങ്കിലും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ട് പോണതിന് മുമ്പ് ഒരു ഫാമിലി ഫോട്ടോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം തിരിച്ച് വാടി കുഴഞ്ഞൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. ഡിസ്റ്റൻസ് കുറച്ച് അധികമുണ്ട്. നമ്മൾ മിക്കവാറും അല്ല, എത്തുമ്പോൾ എന്തായാലും സന്ധ്യയൊക്കെ കഴിയും. ഇറങ്ങാൻ നേരത്ത് രിജോ പോയി കാറൊക്കെ ഒന്ന് ക്ലീനാക്കി തുടച്ച്, പൊടിയൊക്കെ ഉണ്ട് നല്ല രീതിക്ക്, ഡ്രൈ അല്ലേ ഇവിടെ എല്ലാം. അങ്ങനെ ഞങ്ങൾ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കാറിലേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ കൂടിയിട്ട് കുറച്ച് പഴവും ഏത്തപ്പഴവും ഒക്കെ കാറിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടു ഒരു ബാസ്ക്കറ്റ് നിറയെ പല കളറിലെ പഴവും ഏത്തക്കൊലയും ഒക്കെ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് കുറച്ചൊക്കെ എടുത്ത് ഞങ്ങൾ വണ്ടിയിലിട്ടു. നിലുവിന് ഒരു കുപ്പി പാലും എടുത്തിട്ടുണ്ട്, ഒരു അവൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിൽ വെള്ളവും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങി. രാവിലെ ഒരു 7:30 ആയിട്ടുണ്ടാവും. 7:30ക്ക് ഞങ്ങൾ ഇറങ്ങി. അപ്പോഴെന്തായാലും തിരക്കൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അവിടെ സൺറൈസൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ റെഡിയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോഡ് അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അതായത് ആ ഒരു വില്ലേജ് സൈഡ് അങ്ങോട്ട് കഴിഞ്ഞ് എന്തോ മെയിൻ റോഡ് മറ്റോ പോലെയൊക്കെ ആയപ്പോഴത്തേക്ക് വെയിലിങ് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിരുന്ന വശത്തൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ വരെ ഞാൻ പിന്നെ ഈ കയ്യും പിടിച്ചുകൊണ്ടാണ് പോയത്. റോഡിൽ വേറെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ലിജോൺ ചേട്ടൻ്റെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് തോപ്പിക്കെന്നൊക്കെ പറയുന്നതിനനുസരിച്ച് അലനും വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അത്ര സ്പീഡൊന്നും ഇല്ലായിരുന്നു, ലിമിറ്റഡ്, അവിടെ പെർമിറ്റഡ് ആയിട്ടുള്ള സ്പീഡിൽ തന്നെ കേട്ടോ പോയത്. ഇവിടെ ഈ ടോളിൻ്റെ പരിപാടി അതെന്തോ GPay പോലെ എന്തോ സ്കാൻ ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ മൊബൈലൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ അത് നമുക്ക് റീചാർജ് ചെയ്തിടാം. അപ്പോൾ അവർ വന്നത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി അതിൻ്റെ അകത്ത് കാശുണ്ടെന്നുള്ളത് കാണും അത്രേ. അങ്ങനെ എന്തായാലും ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. വെജ് ഹോട്ടലായിരുന്നു. നിലു അകത്ത് ചെരുപ്പൊക്കെ, കാറിൻ്റെ അകത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഒന്ന് ഉറങ്ങി തുടങ്ങിയതായിരുന്നു. അപ്പോഴേക്ക് പക്ഷേ ഹോട്ടലെത്തി. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു.
ഞാൻ കേരളത്തിൽ നിന്ന് എപ്പോൾ പുറത്ത് പോയാലും ഞാൻ അപ്പവും ഇടിയപ്പവും ഒക്കെ വല്ലാണ്ട് മിസ് ചെയ്യും. എങ്ങോട്ട് പോയാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചോയ്സസിൽ ഫസ്റ്റ് ഇടിയപ്പം അല്ലെങ്കിൽ അപ്പമായിരിക്കും കേട്ടോ. അങ്ങനെ ഇവിടെ വന്നും ചോദിച്ചു, കിട്ടിയില്ല എപ്പോഴത്തെയും പോലെ തന്നെ. അങ്ങനെ നെയ് റോസ്റ്റ് ആയിരുന്നു ഞാൻ പറഞ്ഞത്. മസാല ദോശ, പൂരി മസാല അതൊക്കെ എല്ലാവരും കഴിച്ചു. ഇവനൊന്നും കഴിച്ചില്ല. ഈ ഒരു മേളം തന്നെയായിരുന്നു. ഇടയ്ക്ക് ഓരോ ഉരുള ആരെങ്കിലും കൊടുക്കുന്നത് വായിൽ വയ്ക്കും. ബാക്കി ഇങ്ങനെ ഈ ടേബിളിൻ്റെ അടിയിലും ഇവിടെ ഓട്ടവും ബഹളവും ഒക്കെ തന്നെ. പിന്നെ പാല് കുപ്പിയിലിരിക്കുന്നതായിരുന്നു ഒരാശ്വാസം. അതും കൊടുത്തിട്ട് കിടത്തി ഉറക്കാമല്ലോ. പഴമൊക്കെ എടുത്ത് കൊടുക്കാൻ നോക്കി, പക്ഷേ ആൾക്ക് വേണ്ട, കഴിക്കുന്നില്ല. മമ്മിയും ജെൻചിച്ചിയും മെർലിനും ഒക്കെ ലിജോ ഓടിക്കുന്ന മറ്റേ കാറിലുണ്ട്. അതിലാണെങ്കിൽ ബിസ്ക്കറ്റ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അഥവാ അവന് വേണമെങ്കിൽ പിന്നെ അത് വല്ലതും കൊടുക്കാമെന്ന് കരുതി. പക്ഷെ ആൾ ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ജേണിയുടെ ഒരു പകുതിയോളം നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങി അങ്ങ് സഹകരിച്ചു. ആ സൈഡിൽ വെയിലടിക്കാണ്ടിരിക്കേണ്ട ഇലയുടെ സ്കാർഫ് വെച്ചിട്ട് ചേട്ടൻ അവിടെ ഇങ്ങനെ കവർ ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ സ്ഥലം ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് നിങ്ങൾ വേളാങ്കണ്ണി പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരുപാട് സ്ഥലം ഇങ്ങനെയാണ്. സൈഡിൽ വീടോ കടയോ ഒന്നും കാണത്തില്ല. ഇങ്ങനെ റോഡും ഇങ്ങനെ പ്രോപ്പർട്ടിയും മാത്രം, അതായത് ലാൻഡും മാത്രം. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് അവിടെ വാട്ടർമെലനും കരിക്കും ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. വാട്ടർമെലൻ ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ ഇല്ലായിരുന്നു. കരിക്ക് പൊട്ടിച്ച് തരും, അത് കുടിക്കാം, പിന്നെ അതും തരും. വാട്ടർമെലൻ നമുക്ക് അല്ലാണ്ട് മേടിച്ചുകൊണ്ട് പോകാം. ഈ കാറിൻ്റെ അകത്ത് അത് പൊട്ടിച്ച് ഇനി എങ്ങനെ കുടിക്കാനായിട്ട്? അതുകൊണ്ട് ഞങ്ങളൊന്നും കുടിച്ചില്ല. അപ്പോഴേക്ക് ലിജോ വിളിച്ച് പറഞ്ഞു തൊട്ട് മുൻപിൽ ഇച്ചിരി അപ്പുറത്തായിട്ട് അവർ വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ എല്ലാ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും ഉണ്ട്, ഫ്രൂട്ട് ജ്യൂസസും ഒക്കെ ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിതേ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവാണ്. അളിയൻ മാത്രം ഒരു കരിക്ക് മേടിച്ച് കുടിച്ചു. ആലനും ജ്യൂസ് എന്തെങ്കിലും മതിയെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. അതൊന്നും ഇവിടുന്ന് കിട്ടിയില്ല. വെള്ളം ഒരു ബോട്ടിൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അതും നടന്നില്ല. കൊണ്ടുവന്ന വെള്ളമൊക്കെ ഈ ഒരു സമയമായപ്പോഴേക്ക് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ വിശാലമായ ഫ്രൂട്ട്സ് കടയിലേക്ക് എത്തി. കട്ട് ഫ്രൂട്ട്സും ഉണ്ട്, ജ്യൂസസും ഉണ്ട്. ഞങ്ങളെല്ലാവരും വാട്ടർമെലൻ ജ്യൂസും പിന്നെ എന്തൊക്കെയായിരുന്നു കട്ട് ഫ്രൂട്ട്സ്, ഫ്രൂട്ട് മിക്സ്, ലെമൺ ജ്യൂസ്, ലൈം സോഡ, അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കുടിച്ചു. നിലുവിന് അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി കുടിപ്പിക്കാൻ നോക്കി. അവൻ പാൽ ഇത്തിരി കുടിച്ചു, പക്ഷെ ബാക്കിയുള്ള പാല് തൈരായിട്ടുണ്ട്. ഇനി അത് കളയാനേ പറ്റത്തുള്ളൂ, കുടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സോളിഡായിട്ട് വളരെ കുറച്ചല്ലേ കഴിച്ചിട്ടുള്ളൂ. കുടിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല, അവനത് കുടിച്ചില്ല. എൻ്റെ നീളത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ലിജോയ്ക്ക് കൊടുക്കത്ത നീളമാണ്. അതിൻ്റെ ഒരു കമ്പാരിസണാണ്. പക്ഷേ ഡാരനെ വെച്ച് നോക്കുമ്പോൾ അവന് വലിയ നീളമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ജേർണി തുടങ്ങി. റിവേഴ്സ് ടോണിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ഈ ലൈലയും മജ്നുവും കാരണം എനിക്ക് പള്ളി കാണാൻ പറ്റുന്നില്ല. അതേ അങ്ങനെ നമ്മൾ ചേർച്ചിലെത്തി. ഇസിയോ ബേബീനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ജോണങ്കിളും നെനിയാൻ്റെയും വന്നില്ല. അവരുമായിട്ട് വാവേനെ വീട്ടിലാക്കി. ഇത്രയും വെയിലത്ത് അവനെ കൊണ്ടുവരുന്നത് ശരിയാവത്തില്ല. അവന് ഭയങ്കര നിർബന്ധമായിരിക്കും. ചപ്പലൊക്കെ ടോക്കൺ എടുത്ത് വെളിയിൽ വെച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. എത്തിയപ്പോഴേക്കും മലയാളം പൂജ കഴിഞ്ഞു, തമിഴ് പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ തമിഴ് പൂജ കേൾക്കാനായിട്ട് അകത്ത് കയറി. നിലു അകത്തിരിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കും ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ ഇപ്പുറത്തായിട്ട് പ്രാവിനെയും മുയലിനെയും തത്തേനെയും ഡക്കിനെയും ഒക്കെ വളർത്തുന്ന കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും ഉണ്ട്. അവിടെ വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലിജോയും മെർലിനും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു. അവരെയും അലനെയും പിള്ളേരെയൊക്കെ ഇവിടെ ഇരുത്തിയിട്ട്, ലിജോനെയും അലനെയും പിള്ളേരെയും കൂടി ഇവിടെ ഇരുത്തിയിട്ട് ഞാനും മെർലിനും കൂടെ പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയി കേട്ടോ. ലില്ലിയമ്മച്ചിക്കും അമ്മച്ചിക്കും കൊന്തയും കുരിശും ഒക്കെ മേടിക്കണമായിരുന്നു. പിന്നെ എനിക്ക് ചേച്ചിക്കും ഡെല്ലയ്ക്കും ഒക്കെ എന്തെങ്കിലും ക്ലിപ്പോ സ്ലൈഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ 30 റുപ്പീസിൻ്റെ സ്റ്റോർ ഉണ്ടാവും, 20 റുപ്പീസിൻ്റെ സ്റ്റോർ ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ കയ്യിൽ കിട്ടുന്നതൊക്കെ പിറക്കി എടുക്കാം. പിന്നെ ഞാനൊരു പാത്രവും മേടിച്ചു, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോയി. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ ആ കാണുന്ന ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യൂവിൻ്റെ അടുത്തെത്താം. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഡാരൻ്റെ കൂടെ ഒരു കുടയിലായിരുന്നു. അതാകുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റിൽ കുടയും കിട്ടും, ഷെയ്ഡിൽ നടക്കുകയും ചെയ്യാം.
ഈ വെള്ളയും ചുവപ്പും കുട സിദ്ധാർത്ഥ സ്കൂളിൽ നിന്ന് ഡാരലിനും ഡെല്ലയ്ക്കും കൊടുത്തതാണ് കേട്ടോ. ഞങ്ങൾ സ്കൂളിൻ്റെ പരസ്യവും ചെയ്താണ് നടക്കുന്നത് കുടയും കൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതുങ്ങളെ ഫ്രെയിമിൽ നിന്ന് മാറ്റാൻ ഞാൻ പെടുന്ന പാടുണ്ടല്ലോ. ഇമ്മണി നീളം കൂടുതലുള്ളതിൻ്റെ അഹങ്കാരമാണ് അവന്. അങ്ങനെ ഞങ്ങൾ നടന്ന് വന്നപ്പോഴേക്കും അവിടെ അതേ മാങ്ങയും പിന്നെ കുക്കുംബറും വെക്കുന്നു. 2 ഉപ്പും മുളക് പൊടി ഇട്ടാണ് വെക്കുന്നത്. ഇവരൊക്കെ കുക്കുംബർ മേടിച്ച് കഴിച്ചു. ഞാനും എൻ്റെ അളിയനും മാങ്ങ. ഞാനും അളിയനും എന്ന് പറഞ്ഞാൽ ഒരമ്മ പെറ്റ മരുമക്കളെന്നാണ് ഇവർ പറയണത്. ചായയുടെയും കട്ടൻ്റെയും കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഉപ്പും പുളിയുള്ള സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എരിവുള്ള ഐറ്റംസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ ഒരു ചോയ്സ് ആയിരിക്കും എടുക്കുന്നതെല്ലാം. അങ്ങനെ ഇത് ഞാൻ ക്യാമറ ഡാരലിനെ ഏൽപ്പിച്ചതാണ് മാങ്ങ കഴിക്കുന്നത് എടുക്കാനായിട്ട്. അവൻ ലിറ്ററലി എല്ലാവരും മാങ്ങ കഴിക്കുന്നത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഡെല്ലി റിവ്യൂ വരെ ചെയ്തിട്ടുണ്ട് മാങ്ങ കഴിക്കുന്നതിൻ്റെ. നിലു നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പിന്നെ ഈ കുടയും കൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും. ആരെങ്കിലും ചെന്ന് ഇടിക്കും. നമ്മൾ പിടിച്ച് നടക്കാൻ പിന്നെ അവൻ സമ്മതിക്കത്തില്ല. എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ്. പക്ഷേ നടക്കാൻ വിട്ട് കഴിഞ്ഞാൽ അവനെ അവൻ്റെ കാര്യത്തിന് വിട്ടോണം. അവൻ്റെ കൈ പിടിച്ച് നടത്തിക്കുന്നതൊന്നും അവന് ഇഷ്ടമല്ല. ഇതൊക്കെ എന്തൊക്കെയാണോ കാണിക്കുന്നത്. എന്നാലും വിഷമമാവണ്ടല്ലോ. അവർ കഷ്ടപ്പെട്ടെടുത്ത ഫൂട്ടേജൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ എന്ന് കരുതി നടന്നത് ആ സ്റ്റാച്യൂവിന് താഴത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടെ പോയി അതിൻ്റെ താഴെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ട്. പക്ഷേ അവിടെ എങ്ങും ആരും ഇല്ല, ഈ ഉച്ച വെയിലായതുകൊണ്ട്. പിന്നെ ഇവിടം വരെ വന്നിട്ട് ഇതൊന്നും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും ഫ്രെയിമിൽ വരണമെങ്കിൽ ഒന്നെങ്കിൽ സ്റ്റാൻഡ് അവിടെ വെക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും എടുക്കണം. ഞങ്ങൾക്ക് ഈ ഫോട്ടോ എടുത്ത് തന്നത് ഈ മിടുക്കി കൊച്ചാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് ആദ്യം ചോദിച്ചു. അളിയൻ ഫോൺ കൊടുത്തപ്പോൾ അതിലെന്തൊക്കെയോ സെറ്റൊക്കെ ചെയ്തിട്ട് എന്തായാലും ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആൾ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഒരുത്തൻ്റെ പാപപരിഹാരത്തിനായിട്ട് ഒരു കുരിശും ചുമന്നുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ പള്ളിയുണ്ട്, പിന്നെ ഒരു ഗ്രോട്ടോ ഉണ്ട്. ഇവിടെ ഒന്നും പക്ഷേ അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല. ഈ തറയും അതെ, ബിൽഡിങ്സും അതെ, നല്ല പഴുത്ത് നിൽക്കുക. ആ സ്റ്റീൽ റോഡൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ കൈ കൊണ്ട് വെച്ചാൽ ഈ തേപ്പ് പെട്ടിയിലോട്ട് കൈ വെക്കുന്ന പോലെ ഷെന്ന സൗണ്ട് കേൾക്കാം. അത്ര വെയിലും ചൂടും ഉണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ചെറിയ പള്ളി. പിന്നെ ഞങ്ങൾ ഈ പള്ളിയിൽ കയറി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഫാനൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇത് വലിയൊരു സ്പേസാണ്. അതിൻ്റെ അകത്ത് തൂണുകളൊന്നുമില്ല. നല്ല എന്തോ ആർക്കിടെക്ചർ വൈസ് എന്തോ ഒരു ചെറിയൊരു വണ്ടർ പോലെ തോന്നി ആ ഒരു ചേർച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആ ചേർച്ചിൽ നിന്ന് ഇറങ്ങുന്നത് പോകുന്നത് ചെയ്ത പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടും പിന്നെ ആഗ്രഹ സാഫല്യത്തിനൊക്കെ ആൾക്കാർ മുട്ടിലെഴയുന്ന സ്ഥലമാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് ഇതേ കണക്കൊരു ചെറിയൊരു കടയുണ്ട്. അവിടെ ഐസ്ക്രീമും ജ്യൂസും ഒക്കെ ഉണ്ട്. നടന്ന് കുഴഞ്ഞ് വിയർത്തത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും എന്തൊക്കെയൊക്കെയോ വാങ്ങിച്ച് കുടിച്ചു, തണുപ്പുള്ള സാധനങ്ങൾ. കുക്കു എന്തോ വലിയ കാര്യത്തിൽ ഒരു സ്ട്രോബെറി ഷേക്കെന്നും പറഞ്ഞ് വാങ്ങിച്ച് കുടിച്ചിട്ട് പറയാം അവൻ്റെ മരുന്ന് പോലെ ഇരിപ്പുണ്ട് അതെന്ന്. പിന്നെ ഡെല്ല ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടിട്ട് നിലുവിനും ഐസ്ക്രീം വേണം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് മുട്ടിലഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന്, അതായത് അങ്ങറ്റത്തുനിന്ന് ഇങ്ങറ്റം വരെ അതിൻ്റെ ഒരു സ്പേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിൻ്റെ ദൂരം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. ഈ പോകുന്ന സ്ഥലത്ത് ഓരോ ഗോപുരം പോലെ ഇങ്ങനെ കാണുന്നത് മറ്റേ വേ ഓഫ് ദ ക്രോസിലെ കുരിശിൻ്റെ വഴിയിലെ ഓരോ സ്ഥലങ്ങളാണ്. അവിടെ കർത്താവ് വീഴുന്നത്, ഒരാൾ എണീപ്പിക്കുന്നത്, മുൾക്കിരീടം വെക്കുന്നത്, അങ്ങനെ ഓരോന്നും. ഇത് കണ്ടില്ലേ, ജീസസ് ഡൈസ് ഓൺ ദ ക്രോസ്. ഇതുപോലെ ഓരോ പോയിൻ്റാണ് ആ ഓരോ ഗോപുരം പോലെ ഇരിക്കുന്നതിൻ്റെ അകത്തും. അടുത്തത് ഡെല്ലയുടെ പാപപരിഹാരമാണ്. കുക്കുവിനെയും ചുമന്നുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ കുടയും പിടിച്ച് തിരിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ വന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർ പൂജ കണ്ടു. ബാക്കിയുള്ള ചെറിയ പള്ളിയും സ്റ്റാച്യൂവും എല്ലാം കണ്ടു, ഗ്രോട്ടോ കണ്ടു. എന്നിട്ട് തിരിച്ചതേ നമ്മുടെ മെയിൻ ചേർച്ചിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് കാർ അവിടെ ഇട്ടേക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു കടപ്പുറത്ത് മെയിൻ പാർക്കിംഗ് സെൻറ്ററിലോ സ്പോട്ടിലൊന്നും അല്ല ഇട്ടത്, കുറച്ച് ഒതുങ്ങി കിടക്കാനായിട്ട് ആ ബീച്ചിന് സൈഡിലായിട്ട് ഇട്ടിട്ട് അവിടെ നിന്ന് ഈ കടയുടെയൊക്കെ മുന്നിലൂടെ നടന്നാണ് വന്നത്. തിരിച്ച് വണ്ടിയിലേക്ക് എത്തിയപ്പോഴുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു മഴക്കോളം അങ്ങ് അറ്റത്തു നിന്നൊക്കെ കാണുന്നുണ്ടെങ്കിലും നല്ല ഒടുക്കത്ത ചൂടും വെയിൽ, നല്ല പൊള്ളുന്ന വെയിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും 2 വണ്ടിയും ഇങ്ങനെ തന്നെയാണ് കിടന്നത്. അങ്ങനെ നമുക്ക് ഷെയ്ഡിൽ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഇവിടെ എങ്ങും ഇല്ല. നിലുവിനെ അലൻ മടിയിലിരുത്തുന്നത് കാര്യമായി, അല്ലെങ്കിൽ പൊള്ളിപ്പോയേനെ. ഡെല്ലയ്ക്ക് ഇരിക്കാനായിട്ടാണ് കേട്ടോ അവൾ ആ ബാഗ് ചോദിക്കുന്നത്. അത്രയ്ക്ക് ചൂടുണ്ട്, അല്ലാണ്ട് അതിലിരിക്കാൻ പറ്റില്ല.
സോറി, ആ കേട്ട ചിരി എൻ്റെതാണ്. ഫോൺ അത്രയും ക്ലോസ് ആയതുകൊണ്ട് ചിരി ഇത്ര ലൗഡായിപ്പോയി. ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവച്ചിരുന്ന ബനാനയൊക്കെ ദേ ഈ കളറായി. സൺസ്ക്രീൻ ഇട്ട് വെച്ചിരുന്നെങ്കിൽ നല്ല അടിപൊളി ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്യായിരുന്നു, ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ്റെത്. ഒരു സൈഡ് എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഒരു സൈഡ് നല്ല ഗ്രീനും അപ്പുറത്ത് മൊത്തം കരിഞ്ഞു പോയി. ഇവർ ആ AC-യുടെ വെൻറ്റിലാണ് ഈ കമന്നിരിക്കുന്നത് കേട്ടോ, ഒന്ന് തണുക്കാനായിട്ട്. ഞാനും ഡാരലും ഒരു ഡബിൾ ബെഡ് പോലെയാണ് ഇത്ര നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുങ്ങൾ രണ്ടും ഉറക്കമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞാൻ എൻ്റെ കൈ ഏതെങ്കിലും മൂലയിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ഒരു സൈഡിൽ നിന്ന്, വിൻഡോയുടെ സൈഡിൽ നിന്ന് ഈ പ്ലേസസ് ഒക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്, ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, പരിപാടിയൊക്കെ തീർത്ത് തിരിച്ച് റിട്ടേൺ വരുവാണ്. വിശന്ന് പൊരിഞ്ഞിട്ടും ഒരു ഹോട്ടൽ പോലും കാണാനില്ല. ഒരു മഴ പെയ്തെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്തിരി അപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു കാറ് ദേ അവിടെ മറിഞ്ഞു കിടക്കുന്നു. ഓടിച്ചുകൊണ്ടിരുന്ന ആൾ ഉറങ്ങിപ്പോയതോ മറ്റോ ആയിരിക്കണം. എന്തായാലും വലിയ അപകടമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. എല്ലാവരും ഭയങ്കര ക്വയറ്റായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഓടുന്നും ബഹളമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. കാറൊന്ന് ചരിഞ്ഞ് ആ പോച്ചയുടെ പുറത്ത് വീണിട്ടേ ഉള്ളൂ. സ്മൂത്തായിട്ട് ചരിഞ്ഞിരിക്കുന്നു. ഊക്കനായിട്ടായിരുന്നെങ്കിൽ അതിന് അപ്പുറത്തെ കനാലിലേക്ക് അത് വീണേനെ. അങ്ങനെ വീണിട്ടില്ല, ചരിഞ്ഞ് നിൽക്കുക. അങ്ങനെ തിരക്കി നടന്ന് ഭക്ഷണം കഴിക്കാൻ ഒരിടം കണ്ടുപിടിച്ചു. ഇവിടെ എത്തിയപ്പോഴേക്ക് ഡാരൽ ഇതിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ ഗസ് ചെയ്ത് പറയുന്നതാണെന്ന്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് തൊപ്പി വാപ്പ ബിരിയാണി എന്നോ മറ്റോ ആണ് കേട്ടോ. ഒരു ക്യാപ്പ് വെച്ച ഒരാളുടെയും എന്തോ ഒരു പടവും ബിരിയാണിയുടെ പടമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ വിചാരിച്ചു അവൻ അത് വെച്ച് പറയുന്നതാണ്. അത് അതിൻ്റെ പേര് തന്നെയായിരുന്നു. ഞങ്ങളൊരു വലിയ പ്ലേറ്ററാണ് പറഞ്ഞത്. മമ്മിയും ചേച്ചിയും നോമ്പായതുകൊണ്ട് അവർ വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെയേഴ്സിലിരിക്കുന്നുണ്ട്, ഒരു ടേബിളിൽ ഇരിപ്പുണ്ട്. ഞങ്ങളാരും നോമ്പൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ദേ ഇങ്ങനെ മന്തി ഇങ്ങനെ ഒരു വലിയ പ്ലേറ്റിൽ വെച്ചു. ഇങ്ങനെ ഇരിക്കാനായിട്ട് അവിടെ ഒരു സ്പേസും ഉണ്ട്. 2 പട്ടിക്കുഞ്ഞുങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് പോലെ 2 പേര് ഈ സൈഡിൽ നിന്ന് കഴിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവരെ കാരണം ഡാഡയ്ക്ക് പ്ലേറ്റിൽ കൈ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഡാഡ സാലഡ് വന്നൊരു പാത്രത്തിൽ കുറച്ച് റൈസ് എടുത്ത് കഴിച്ചു. ഇതാണ് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയുന്ന പരിപാടി. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഞങ്ങൾ വീണ്ടും ട്രിച്ചിയിലേക്കുള്ള ഞങ്ങളുടെ റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാനും കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി, നിലവും ഉറങ്ങി വീണ്ടും. അപ്പോൾ ഇടയ്ക്ക് ഒരു ചായക്കടയിൽ നിർത്തിച്ച് ഞങ്ങൾ ആ കടയിൽ നിന്ന് കുപ്പി ചൂടുവെള്ളത്തിൽ കഴുകി മേടിച്ചിരുന്നു. ഇടയ്ക്കൊരു ചായക്കടയിൽ നിന്ന് പാലും വെള്ളവും മേടിച്ചു. നിലുവിന് അത് കൊടുത്തു. അവൻ അതും കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരു സ്പേസ് കണ്ടുപിടിച്ചു, ചായയ്ക്കും കാപ്പിക്കും ഒക്കെ ആയിട്ട്. ചായ കൊള്ളത്തില്ലായിരുന്നു, ഭയങ്കര എന്താ പറയുക, കടുപ്പം കൂടിയിട്ട് കഴിക്കുന്ന രീതിയിലുള്ള ചായയായിരുന്നു. കോഫി കൊള്ളായിരുന്നു. ഞാൻ പിന്നെ മെർലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കോഫിയൊക്കെ മേടിച്ച് കുടിച്ചു. വാടിക്കുഴഞ്ഞ 2 പേരോട് ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു. അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ചായയോ കാപ്പിയോ ഒന്നും ചോദിക്കാത്തവൻ അവസാനമായപ്പോഴേക്ക് പറയുന്നു അവനൊരു ചായ വേണമെന്ന്. അങ്ങനെ കുക്കുവിനൊരു ചായ മേടിച്ചു. അത് ഞാൻ തണുപ്പിച്ച് കൊടുത്തു, ഞാനും കുടിച്ചു. ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ട് ഡാരൽ കുറച്ച് സൂം ചെയ്തപ്പോഴത്തേക്ക് ആ സൈഡൊന്ന് ബേൺ ഔട്ടായിപ്പോയി. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ വെട്ടം. സൺസെറ്റ് ഏതാണ്ടായി. ഞാനും ഡാരലും കൂടെ അവിടെ ആ സിൽവർ ക്ലൗഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സൺസെറ്റ് കാണാനാണ്. അതങ്ങ് താഴെ പോയി. പിന്നെ കുറച്ച് നേരം നിന്നിട്ടും ഒരു രക്ഷയില്ല, സൂര്യനെ കാണുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങി. നിലു ഇപ്പോൾ കരയുന്നത് ആലൻ്റെ മടിയിലിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. കരച്ചിൽ നിർത്താൻ അവസാനം വേറൊരു വഴിയില്ലാഞ്ഞിട്ട് പതിനെട്ടാമത്തെ അടവെന്നോണം അവൻ കരയുമ്പോൾ കൂടെ കരയാൻ തുടങ്ങി. ആൾ കരച്ചിൽ നിർത്തി എന്തായാലും. അതാണ് ഇന്നത്തെ സൺസെറ്റ് ഓഫ് ദ ഡേ. അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് പിന്നെ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നതാണ്. ആ പാട്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വീഴും. ആൻഡ് ഫൈനലി ഒരു 7 മണിയൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്കെത്തി. ഇന്നലത്തെ പോലെ തന്നെ ഓരോന്നിന് വീതം ഞാൻ ആദ്യം അങ്ങോട്ട് കഴുകി ഇറക്കി. ബാത്റൂം ഫ്രീ ആവുന്നതിനനുസരിച്ച് 2 പേരെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് മറ്റേ ഇട്ട ഡ്രസ്സൊക്കെ ഞാൻ കുറച്ചായിട്ട് അങ്ങ് മാറ്റി വെക്കാമെന്ന് കരുതി കേട്ടോ. നമ്മുടെ ഞാൻ അതിനുള്ളൊരു കവർ കരുതിയില്ല. അപ്പോൾ മമ്മി എനിക്കൊരു കവർ തന്നു. ലാസ്റ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് എല്ലാം ഇട്ട് തീരും. പക്ഷേ ഈ അതുവരെയുള്ള അഴുക്ക് ഡ്രസ്സ് നമുക്ക് നല്ല ഡ്രസ്സിൻ്റെ കൂടെ ആ ബാഗിൽ വെക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മമ്മി തന്ന കവറിലായിട്ട് ഞാൻ ഓരോ ഡ്രസ്സ് വീതം അടുക്കി വെച്ചു.
ഇസിയോ ഞങ്ങളെയൊക്കെ കാണാതിരുന്നതിൻ്റെ ഒരു ചെറിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു. അന്ന് അപ്പനെയും അമ്മേനെയും കണ്ടപ്പോൾ ഒന്ന് ചിണുങ്ങി, പക്ഷേ പിന്നെ ഓക്കെ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് നാളത്തെ പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിലൂന് ഈ ബാറ്റ് എടുത്ത് കളിച്ചിട്ട് ഷോക്ക് അടിച്ചു. അതിൻ്റെ കരച്ചിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഞാൻ അങ്ങനെ അത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. ഇന്നലെ അവനത് എടുത്തിരുന്നു. അപ്പോൾ 2-3 കൊതുകിനെ അവൻ കൊന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ അത് ഇരിക്കുന്നത് സേഫ് അല്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചിരുന്നത്. ഇന്ന് ആരോ കൊതുകിനെ കൊല്ലാനായിട്ട് എടുത്തിരുന്നതാണ്. ഞങ്ങളില്ലായിരുന്നല്ലോ ഇവിടെ. തിരിച്ചു വന്ന് അത് കണ്ടപ്പോഴത്തേക്ക് വീണ്ടും അതെടുത്ത് കളിയായി. അങ്ങനെ എന്തായാലും ഷോക്ക് അടിച്ചിട്ടുണ്ട്. ഞാനും കുളിച്ചിറങ്ങി. എന്നിട്ട് വീണ്ടും ഇതുവരെ ഇട്ടിരുന്ന ഡ്രസ്സും ഇന്നലെ വീട്ടിലിട്ട ഡ്രസ്സും ഒക്കെ ഇതുപോലെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് അടുക്കി വെക്കുമായിരുന്നു. നാളെ, അതായത് നെക്സ്റ്റ് ഡേ, നമ്മൾ സൺഡേ നൈറ്റ് 10 o'clockനാണ് ട്രെയിൻ. അപ്പോൾ ഇപ്പോഴേ ചെയ്താൽ രാവിലെ നാളെ നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ, ഇവിടുന്ന് കുറച്ച് സൈറ്റ് സീയിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ നാളെ എനിക്കതിന് സമയം കിട്ടത്തില്ല. ഇതൊക്കെ ഒതുക്കി വെച്ചിരുന്നാലേ അത് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ബോട്ടിൽ കൊണ്ടുവന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഇന്നലെ അമൃതം കാച്ചാൻ നേരത്തെ ഞാൻ ഈ ഷുഗറിൻ്റെ ബോക്സ് എടുക്കാനായിട്ട് പാടുപെട്ട കഥ. കൊല്ലത്തുനിന്ന് കുറച്ച് അലുവയും അച്ചപ്പവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാഡ പെങ്ങൾക്കായിട്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ എടുത്ത് കഴിച്ചു. ആ ജനലിൽ തൂങ്ങിക്കിടപ്പുണ്ട് നിലു. ഞാൻ കഴിക്കാൻ വിളിച്ചതിനാണ് അവിടെ പോയി നിൽക്കുന്നത്. വാവ ഇങ്ങനെ തറയിൽ കിടക്കുമ്പോൾ നിലുവും വാവയാവും കേട്ടോ. നടക്കാനൊന്നും പറ്റാത്ത കുഞ്ഞാവും. വാവയുടെ കൂടെ അവിടെ കിടന്ന് കളിക്കും. എന്നിട്ട് അവനുണ്ടാക്കുന്ന സൗണ്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. ഞാൻ പിന്നെ എണീറ്റ് നിൽക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കില്ല മനസ്സിലാവാത്ത പോലുള്ള അഭിനയമാണ്. ലിറ്ററലി ഇസിയോനെ പോലെ അവൻ അഭിനയിച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരത്തേക്ക്. കാണാൻ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഡിന്നറിന് ഇവിടെ നല്ല ബീഫ് കറിയും ഉണ്ട്. പിന്നെ ദോശ ചുടുന്നുണ്ട് ആൻറ്റി. പൊറോട്ട മേടിച്ചതുണ്ട്. ഞാനങ്ങനെ ഒരു ചൂട് പൊറോട്ട എടുത്ത് ഇത്തിരി ഷുഗറുമായിട്ട് നിലുവിന് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് പപ്പ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായില്ലേ അവനെ കണ്ടിട്ട്. അങ്ങനെ അവനത് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ എപ്പോഴത്തേം പോലെ അങ്ങനെ വലിയ മിസ്സിങ് ഒന്നുമില്ല. വാവയുടെ കാര്യത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിരുന്നു നിലു. പപ്പേൻ്റെ അടുത്ത് ഹലോ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞ് വാവേനെ കണ്ടോ, വാവേനെ നോക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കു സാറും പൊറോട്ടയും ഷുഗറും തന്നെ മതിയെന്ന് പറഞ്ഞു. അവന് ഞാൻ കറിയായിട്ട് കൊടുക്കാനാണ് നിലുവിന് കൊടുത്തപ്പോൾ കൊടുക്കാതിരുന്നത്. പക്ഷേ അവനും പൊറോട്ടയും ഷുഗറും തന്നെ മതിയെന്ന് പറഞ്ഞു. മമ്മി അപ്പോഴത്തേക്ക് ഡെല്ലയ്ക്കും ഡാരലിനും കൂടെ കുറച്ച് ചോറും കറിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഡാരലിന് നോമ്പാണ് കേട്ടോ. പക്ഷേ മന്തിയുടെ റൈസേ കഴിച്ചിട്ടുള്ളൂ. ആൾ പീസ് എടുക്കുന്നില്ല. അപ്പോൾ അവൻ ബീഫും ഒന്നും എടുക്കുന്നില്ല. മുട്ട ചിക്ക് ചെയ്ത് കഴിക്കും. അവൻ മുട്ടയും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ബോട്ടിൽ തിളപ്പിച്ചത് മമ്മിയും ആൻറ്റിയും കൂടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മമ്മി എൻ്റെ ഇടയിൽ ചപ്പാത്തി എങ്ങാണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ദേ അമൃതം കാച്ചുവാണ്. ഓരോ ദിവസം എടുക്കുമ്പോഴുണ്ടല്ലോ മറ്റേ യോധയിൽ ആ ചെറുക്കന് ഇല കൊടുക്കുമല്ലോ, അതേ കണക്കാണ് ഞാൻ എടുക്കുന്നത്. ദൈവമേ, നാളെ അവൻ രാത്രി ചോദിക്കുമ്പോൾ വേണമല്ലോ, നാളെ പാതിരാത്രി വേണമല്ലോ, ട്രെയിനിലിരുന്ന് കൊടുക്കാൻ വേണമല്ലോ. അങ്ങനെ ഞാൻ അളന്ന് മുറിച്ചൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെ അമൃതം ഇത്തിരി ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് വെള്ളത്തിൽ അങ്ങോട്ട് കാച്ചി. ഇത് രാവിലെ വരെ ഇരിക്കണമല്ലോ. ഇപ്പോൾ രാത്രി കിടക്കാൻ നേരവും കുടിക്കും, പാതിരാത്രി ഒരു 3 മണിക്കും ഒന്ന് എണീറ്റ് കുടിക്കും. അപ്പോൾ അതിനായിട്ട് അത് കലക്കി. ഈ കിച്ചൻ്റെ സ്ലാബ് എൻ്റെ ഹൈറ്റിന് പരുവാണോ എന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ. ഞാൻ ഇച്ചിരി പൊങ്ങി നിൽക്കണം. ഇവിടെ ഇത്തിരി പൊക്കമുണ്ട്. ആൻറ്റിക്കും ജോണങ്കിളിനും ലിജോയ്ക്കും അമ്മൂനും ഒക്കെ നല്ല പൊക്കം ഉള്ളതുകൊണ്ട് ഹൈറ്റ് ഇത്തിരി കൂടുതലുണ്ട്. ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ലിജോയുടെ സിസ്റ്റർ അമ്മു. അവളിപ്പോൾ ഹോസ്റ്റലിലാണ്, ലീവ് കിട്ടിയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇവിടെ കണ്ടേനെ. ജോണങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും ഇന്നത്തെ കലാപരിപാടികൾക്കായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന വാട്ടർമെലനാണ് മുറിച്ച് എല്ലാം വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം അത് കുറച്ചിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാനും കഴിച്ചു. നല്ല വലിയ വാട്ടർമെലനാണ് ഇവിടുത്തെ, നല്ല ടേസ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ ഒളിച്ചിരിക്കുന്നു. സാറ്റ് കളിയാണ്. പിന്നെ അവസാനം കട്ടിലിൽ നിന്ന് താഴെ വീണ് തലയിടിച്ച് വീണ് ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കളിയൊക്കെ നിർത്തിയത്. നാളെ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എന്നുള്ള പ്ലാനിങ് ഒക്കെയാണ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സെക്ഷനായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. ഡാം കാണാനായിട്ടൊരു കൂട്ടർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ലിജോ ഇവിടുത്തെ ഒരു എന്താ പറയുന്ന ഒരു അഗ്രഹാരം, രംഗനാഥ ടെമ്പിൾ ആൻഡ് ദാറ്റ് വൺ, പിന്നെ വേറെ എത്രയോ പടികളുള്ള ട്രിച്ചി മൊത്തം കാണാൻ പറ്റുന്ന വേറൊരു ടെമ്പിൾ, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നടന്നു കുഴഞ്ഞവർക്ക് ആർക്കും അങ്ങോട്ടേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല. പക്ഷേ ഞാൻ റെഡിയാണ് അങ്ങോട്ടേക്ക് പോകാൻ. ആലനും റെഡിയാണ്. ഇവിടം വരെ വന്നതല്ലേ, അതൊക്കെ കാണാണ്ട് പോകണ്ടേ എങ്ങനെ. അങ്ങനെ ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഒരു സെറ്റ് ടെമ്പിൾ കാണാൻ പോകുന്നു, ഒരു സെറ്റ് ഡാമിലേക്ക് പോകുന്നു. മേളിൻ വരുന്നില്ല കേട്ടോ. ഒരു തവണ വന്ന് സ്റ്റെപ്പ് കയറി അവൾക്ക് മതിയായി. അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലാൻ്റെ ഇടയിൽ ചേച്ചി ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ ലിജോ. ഇന്നലെ 2 പേരോട് ഫുട്ബോൾ കൊണ്ടുവരാം, ഫുട്ബോൾ കളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചേച്ചി ഓർമ്മിപ്പിച്ചത്, അത് നീ ഡീൽ ചെയ്തോണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവനത് വൈകുന്നേരം ഒരു 5:45 സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ഡാരൽ ആൻഡ് കുക്കുവാണ് ആ 2 പേര്. കുക്കു ആണെങ്കിൽ ഫുട്ബോൾ കിട്ടാനായിട്ട് കാത്തിരിക്കും. അവൻ്റെ വിചാരം നാളെ രാവിലെ ലിജോ ചേട്ടൻ ഫുട്ബോൾ കൊണ്ടുവരും, ഗ്രൗണ്ടിൽ പോയി കളിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് അവൻ ഇരിക്കുന്നത്.
പിന്നീട് അവരെല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ടിരുന്നു. ഞാനും അതിൻ്റെ ഇടയിൽ ഒരു 2 പൊറോട്ട ഇത്തിരി ബീഫ് കറി ആയിട്ട് എടുത്തു. നിലു അപ്പൻ്റെ കൂടെ ഇരിപ്പുണ്ട്. കഴിക്കാൻ വാരി കൊടുത്തതൊക്കെയാണ്. കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇല്ല, ഞാനൊന്നും കഴിച്ചില്ല, മമ്മയൊന്നും തന്നില്ല എന്ന്. ഏതായാലും ചെല്ലുന്നത് ഉള്ളിലങ്ങ് ചെന്നോട്ടെ എന്ന് ഞാനും കരുതി. വന്നിട്ട് ഇതുവരെ ഈ ഏരിയ ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല കേട്ടോ. അതൊക്കെ ഇനി നാളെ ചെയ്യണം. രാത്രിയാണ് ഈ വീട്ടിലോട്ട് വന്ന് കയറിയത്, ഇന്നലെയും ഇന്നും. പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റിയിട്ടില്ല. അതൊക്കെ നാളെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നാളെ നമ്മൾ ടെമ്പിൾ വിസിറ്റിനും അതിനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ലോങ് വീഡിയോ ഉണ്ടാവും, അപ്പോൾ അത് കാണണം കേട്ടോ. പുതുതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന ഈ ചെറുപ്പക്കാരനോട് കൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി നാളെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു സൂൺ.